പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ചെറിയുള്ളി കൊണ്ട് നമുക്കൊരു കറിയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കും വലിയ ഉള്ളി ഇല്ലാണ്ട് എങ്ങനെ ഈ ചിക്കൻ കറിയൊക്കെ വെക്കുകയെന്ന്. അപ്പോൾ എനിക്കാണെങ്കിലോ ഈ ചെറിയുള്ളി മുറിക്കുന്നതേ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത് മുറിക്കാനാണെങ്കിലോ കുറേ സമയം എടുക്കുകയും ചെയ്യും. പിന്നെ ഇതാണെങ്കിലോ ഇറന്ന് കിട്ടാനും ഭയങ്കര പാടാണ്. ഒക്കെ കൂടി ആകെ ഒരു പണിയുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ സാധാ കറി വെക്കുന്നതിൽ പോലും എനിക്ക് മടിയായിട്ട് ചിലപ്പോൾ ഒന്നും ഇങ്ങനെ ഇറക്കാറൊന്നുമില്ല. അപ്പോൾ ഇന്നൊരു ദിവസം ഞാൻ നോക്കുമ്പോൾ വലിയ ഉള്ളി ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും ഒന്ന് ചെറിയ ഉള്ളി കൊണ്ടൊന്ന് വെച്ച് നോക്കാം. എല്ലാവരും പറയുന്നൊക്കെ ഈ ചെറിയ ഉള്ളി കൊണ്ട് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാന്നൊക്കെ. അപ്പം എങ്ങനെയൊക്കെയോ ഞാനിരുന്ന് കഷ്ടപ്പെട്ട് ഇതിൻ്റെ തോലൊക്കെ ഇങ്ങനെ ഇറന്ന് പിന്നെ ചെറുതാക്കി ഒന്ന് മുറിച്ച് വെച്ചിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മുറിച്ചിടാണ്. ആകെ മൊത്തത്തിലൊരു പണി തന്നെ. പിന്നെ ഇന്നാണെങ്കിലോ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതായാലും ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ള രീതിക്ക് ഞാനിങ്ങനെ മുറിച്ചിട്ട്. അപ്പോൾ ഇത് വെക്കാൻ വലിയ പണിയൊന്നുമില്ലടോ, സിമ്പിളാണ്. പിന്നെ കുറച്ച് എത്ര എടുത്ത അളവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കുറച്ച് എൻ്റെ ഒരു കയ്യിൽ കൊള്ളാവുന്ന ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതും ഞാനിങ്ങനെ കുറച്ച് നൈസായിട്ട് മുറിച്ചിടുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഇതൊക്കെ എന്തൊരു എളുപ്പമാണല്ലേ. നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഓരോ പണികൾ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സുഖകരമാണ്. അല്ലാത്തപ്പോൾ ചെയ്യുമ്പോൾ നമുക്കിത് ഭയങ്കര ഭാരമുള്ളൊരു ജോലിയായിട്ടാണ് തോന്നാറുള്ളത്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ചെയ്യാം. പിന്നെ ഇതുണ്ടാക്കാൻ വേറെ പ്രത്യേകിച്ച് അങ്ങനെ സാധനം വേണമെന്നൊന്നുമില്ല. തക്കാളി, ഉള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ് ഇത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ കറിവേപ്പില കേട്ടോ. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ മുറിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇങ്ങനെ വാടി കിട്ടും കേട്ടോ. ശേഷം ഇത് കുറച്ചിങ്ങനെ ആയ ടൈമിൽ തന്നെ നമ്മൾ പച്ചമുളകും അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചമുളകും ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച തക്കാളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി വഴറ്റി വരുന്ന സമയത്ത് മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുക. അപ്പോഴേക്ക് ഞാനിത് ചിക്കന് അരപ്പൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിരുന്നു. മുളക്, മഞ്ഞൾ, ഉപ്പ്, ചിക്കൻ മസാലപ്പൊടി, തൈര്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഞാൻ കുറച്ച് മുന്നേ കഴുകിയ പാടന്നെ ഒക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ട് വെച്ചതായിരുന്നു. എന്നിട്ട് ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കൂടി മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല സെറ്റ് കറി റെഡി.